വളരെ കൃത്യമായി ഊന്നൽ. ശരി ഓക്കെ. ശ്രീ RS ശശികുമാർ സാർ, ഇവിടെ നിയമസഭയെ തന്നെ വെല്ലുവിളിക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഗവർണറുടെ തീരുമാനം? ഒപ്പം ഈ LDF സർക്കാർ വന്നതോടുകൂടി സർവകലാശാലകളുടെ വിശ്വാസ്യത തകർത്തു എന്ന് താങ്കൾ പറഞ്ഞത് വസ്തുതയില്ലാത്ത വിമർശനമാണോ? അല്ല, ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ടാണല്ലോ നമ്മുടെ കോളേജുകളിലൊക്കെ ഇന്ന് ഇത്രയും സീറ്റ് ഒഴിഞ്ഞ് 40% PG സീറ്റും 30% ഡിഗ്രി കോഴ്സുള്ള സീറ്റുകൾ ഒഴിഞ്ഞിടക്കുന്നത് എന്താണെന്ന് പരിശോധിക്കുക. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണത്. അതുകൊണ്ടാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ റേറ്റിങ്ങിൽ നമ്മുടെ വളരെ യൂണിവേഴ്സിറ്റികൾ വളരെ മെച്ചമാണെന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ കരുതി. പക്ഷേ ഈ റേറ്റിങ്ങിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അതായത് നമ്മുടെ തിരുവനന്തപുരം മേയറാണ് ലോകത്തിലെ ഏറ്റവും നല്ല മേയർമാരിലൊന്നെന്ന് പറഞ്ഞപ്പോഴേക്കും തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം എന്താണെന്ന്. അപ്പോൾ തിരുവനന്തപുരം നഗരമാണ് ലോകത്തിലെ ഏറ്റവും നഗരം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളാണ് മെച്ചമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് മറ്റഭിപ്രായമില്ല. ജനങ്ങൾ തന്നെ വിധി എഴുതട്ടെ. മറ്റൊരു കാര്യം, ഇവിടെ ഷിജു ഖാൻ ഇവിടെ പറയുന്നത് വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ്. വെസ്റ്റ് ബംഗാളിൽ സുപ്രീം കോടതി വിധി വന്നു. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ എങ്ങനെ അവരിടപെടാനായിട്ട് പുതിയ നിയമം കൊണ്ടുവന്നു. അവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൂടി അറിവോടുകൂടി ഗവൺമെൻറ് അംഗീകരിച്ചിട്ട് വേണം ഗവർണർ പാനൽ അപ്രൂവ് ചെയ്യാനായിട്ടെന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ നിയമത്തിൽ അതില്ല. കാരണം കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ ഗവർണർമാരാണ് ചാൻസലർമാർ. ഇവിടെ മാറി മാറി വന്ന ഇടതു മുന്നണിയും വലതു മുന്നണിയും മാറി മാറി വന്നു. ആർക്കും അഭിപ്രായവസ്ഥയല്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഗവർണർ മാറണമെന്ന് പറയുന്നു? മറ്റൊന്നും കൊണ്ടല്ല, മുമ്പിരുന്ന ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സർവകലാശാലകൾ പിടിച്ചെടുത്തുകൊണ്ട് സർവകലാശാലകളിൽ ഔട്ട് ഓഫ് ദി വേ ആയിട്ട് നിയമനം നടത്തുക. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സർവകലാശാലയിൽ പ്രൊഫസർമാരെ നിയമിക്കുക, MLA-മാരെയും മന്ത്രിമാരുടെയും സ്വന്തക്കാരം പ്രൊഫസർമാരാക്കുക. ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പോയാണ് നമ്മുടെ സർവകലാശാലയുടെ ക്വാളിറ്റി ഇല്ലാതായത്. ഈ അടുത്ത ദിവസം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവിടെ ഡോക്ടർ മോഹൻ കുന്നുമേലാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ചാർജാണ്, അദ്ദേഹത്തിന് ചാർജാണ്, മറ്റൊരു സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് ഉദ്ദേശിക്കുന്ന പാർട്ടി നോമിനികൾ വിചാരിക്കുന്ന ആൾക്കാരെ ഇവിടെ അധ്യാപകരായിട്ട് നിയമിക്കണം. ഈ അടുത്ത ദിവസങ്ങളിൽ കേരള സർവകലാശാല ഒരു സംഭവം നടന്നു. ഗസ്റ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് 75,000 ശമ്പളത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ് നിയമിക്കുന്നത്. പുതിയ 4 വർഷ ബിരുദ കോഴ്സ് കുട്ടികൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ 4 വർഷത്തെ കോഴ്സ് നടത്താൻ തീരുമാനിച്ച അധ്യാപകരെ നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ വയ്ക്കേണ്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർമാരോ വൈസ് ചാൻസലറോ ആണ് ഇൻ്റർവ്യൂ നടത്തേണ്ടത്. അവിടെ ഇൻ്റർവ്യൂ നടത്തിയാരാ? ഇന്ന് നമ്മുടെ പാനലിസ്റ്റ് ആയിട്ടുള്ള ഷിജു ഖാൻ എന്ത് ക്വാളിറ്റിയാണുള്ള ഒരു വൈസ് ചാൻസലർ അധ്യാപകരുടെ നിയമനം നടത്താനായിട്ട്? അപ്പോൾ ഈ DYFIയുടെ നേതാവാണോ അധ്യാപകർ നിയമനം നടത്തുന്നത്? ചിലപ്പോൾ അദ്ദേഹം മിടുക്കനായിരിക്കാം. പക്ഷേ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. സർവകലാശാല റെഗുലേഷൻ UGC ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കത് ബാധകമാണ്. അതുപോലെ ഗവർണറെ നമ്മൾ ചാൻസലറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചാൻസലർക്കുള്ള അധികാരങ്ങൾ ചാൻസലർ ഉപയോഗിക്കണം. ആ ചാൻസലർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ചാൻസലർ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കണമെന്നല്ല, ഗവൺമെൻറ്റുമായിട്ട് നല്ല രീതിയിൽ പോകണം. നല്ല രീതിയിൽ ഐക്യത്തോടുകൂടി പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്താൻ കഴിയും. പക്ഷേ അവിടെ വൈസ് ചാൻസലർമാർ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒപ്പിട്ട് തരുന്ന റബ്ബർ സ്റ്റാമ്പുകളായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഗവർണർ കൂട്ടുന്നില്ലെങ്കിൽ ഗവർണറെ മാറ്റാൻ തീരുമാനിച്ചാൽ, ഗവർണർ ഒരിക്കൽ പറഞ്ഞു മുഖ്യമന്ത്രി ചാൻസലർ ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വേണ്ട, കണ്ണൂരത്തെ രവീന്ദ്രനെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി, സംസ്കൃതത്തിൽ നാരായണനെ വൈസ് ചാൻസലറായി തന്നാൽ മതി, അല്ല അങ്ങ് തന്നെ ഇരിക്കണമെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി തന്നെയാണ്. അത് കഴിഞ്ഞ് ചില നിയമനങ്ങളുടെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഫയലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു. അത് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിപ്പെട്ട കാര്യമാണ്. സുപ്രീം കോടതി പോകാമല്ലോ, കേസ് കൊടുക്കാമല്ലോ. അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ വാചകമായിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊന്നും തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മെച്ചത്തിന് ഒരിക്കലും ഗുണകരമാവില്ല. ഇപ്പോൾ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഗവൺമെൻറ്റും ഗവർണറും ഒരു ധാരണയിലെത്തിക്കൊണ്ട് കേരളത്തിൽ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ബാക്കിയുള്ള കുട്ടികളും കൂടി മറ്റ് സംസ്ഥാനം വിട്ടു പോയിട്ട് കുറേ റൗഡി എലിമെൻറ്റ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രം കേരളത്തിൽ അവശേഷിക്കും. ശരി, ഷിജു ഖാൻ മറുപടി പറയാം.